സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന ആശങ്കയാണ് മുഹമ്മദ് ബിൻ സൽമാൻ പങ്കുവച്ചത്. പ്രമുഖ മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. US കോൺഗ്രസിലെ അംഗങ്ങളോടാണ് തൻ്റെ ആശങ്ക കിരീടാവകാശി അറിയിച്ചതെന്നും പൊളിറ്റിക്കോ വെളിപ്പെടുത്തിയിരുന്നു. സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ഉണ്ടാക്കുന്നതെന്നും മുഹമ്മദ് ബിൻ സൽമാൻ US കോൺഗ്രസ് അംഗങ്ങളെ അറിയിച്ചു. ഇസ്രായേലുമായി സമാധാന കരാർ ഒപ്പിട്ട ഈജിപ്തിൻ്റെ മുൻ പ്രസിഡന്റ് അൻവർ സാദത്ത് കൊല്ലപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയാണ് കിരീടാവകാശി തൻ്റെ ആശങ്ക US-നെ അറിയിച്ചത്. സാദത്തിനെ സംരക്ഷിക്കാൻ US ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം US കോൺഗ്രസിലെ അംഗങ്ങളോട് പറഞ്ഞു. ഗസ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനോടുള്ള അറബ് രാജ്യങ്ങളുടെ അകൽച്ച കൂടിയിട്ടുണ്ട്. അതിനാൽ ഇസ്രായേലുമായുള്ള ഏതൊരു കരാറും പലസ്തീൻ രാഷ്ട്രത്തിന് ഭീഷണി ഉണ്ടാക്കുന്നത് ആവരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലുമായി കരാർ ഒപ്പിടുന്നതിന് മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ ഫലസ്തീൻ രാഷ്ട്രത്തിന് ഇസ്രായേൽ എതിര് നിൽക്കുന്നതാണ് കിരീടാവകാശിയെ ആശങ്കപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫലസ്തീന് ദോഷം വരുത്തുന്ന തരത്തിൽ ഒരു കരാർ നിലവിൽ വന്നാൽ ഈജിപ്ത് മുൻ പ്രസിഡന്റ് അൻവർ സാദത്തിൻ്റെ വിധി തനിക്ക് ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഭയക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ അറബ് രാഷ്ട്രങ്ങളെല്ലാം ആശങ്കയിലാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ പിടിയിലായാൽ അത് മേഖലയെ മുഴുവൻ ബാധിക്കുമെന്നവർ ഭയപ്പെടുന്നുവെന്നും സൽമാൻ പറഞ്ഞതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയിലാണ് മറ്റൊരു വെളിപ്പെടുത്തൽ എത്തുന്നത്. സൗദി കിരീടാവകാശിയുടെ ആശങ്കയ്ക്ക് കാരണം ഇസ്രായേലുമായുള്ള സൗദിയുടെ സൗഹൃദം മാത്രമല്ലെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ വ്യക്തമാകുന്നത്. യമനിലെ ഹൂതി വിമതർക്കെതിരെ സൗദി വർഷങ്ങളായി തുടരുന്ന പോരാട്ടത്തിന് കാരണം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണെന്ന വെളിപ്പെടുത്തലാണ് വരുന്നത്. ഹൂതികൾക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ പിതാവിൻ്റെ വ്യാജ ഒപ്പ് സൽമാൻ രാജകുമാരൻ പതിച്ചതായാണ് ആരോപണം. ഒരു മുൻ സൗദി ഉദ്യോഗസ്ഥനാണ് തിങ്കളാഴ്ച ഈ ആരോപണം ഉന്നയിച്ചത്. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ സാദ് അൽ ജാബ്രി സൽമാൻ രാജകുമാരനെതിരെ ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ആരോപണം ഉയർത്തിയത്. എന്നാൽ ആരോപണത്തോട് സൗദി പ്രതികരിച്ചിട്ടില്ല. തെളിവുകളില്ലാതെ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ് സൗദി അറിയിച്ചത്. അൽ ജാബ്രി പിന്നീട് അസോസിയേറ്റഡ് പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള സൗദിയുടെ സൗഹൃദ ശ്രമം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഏറെ അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നാലെ ഈ വെളിപ്പെടുത്തൽ കൂടി എത്തുന്നതോടെ സൗദിയും സൽമാൻ രാജകുമാരനും ഏറെ ഒറ്റപ്പെടാനാണ് സാധ്യത. പുരോഗമന കാഴ്ചപ്പാടുള്ള ഭരണാധികാരിയാണ് സൽമാൻ രാജകുമാരൻ. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയഗാഥയാണ് സൗദി അറേബ്യ സ്വന്തമാക്കിയതെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. രാജ്യം വികസിക്കുന്നതും അതിവേഗത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും തുടരുമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സൗദി അറേബ്യയുടെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിറവേറ്റുന്നതിനുമാണ് സമയം ചെലവഴിക്കുന്നത്. രാജ്യം വികസിക്കുന്നതും അതിവേഗത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും തുടരുക തന്നെ ചെയ്യും. ഒരു ദിവസം പോലും അത് നിർത്തുകയോ നിലയ്ക്കുകയോ ചെയ്യില്ല. ഏതെങ്കിലും രാജ്യത്തിന് ആണവായുധങ്ങൾ ലഭ്യമാക്കുന്നത് നല്ല കാര്യമല്ല. ലോകത്തിന് ഇനിയൊരു ഹിരോഷിമ താങ്ങാനുള്ള കരുത്തില്ല. ഇറാൻ ആണവായുധം സ്വന്തമാക്കുകയാണെങ്കിൽ സൗദിയും അത് നേടേണ്ടതുണ്ട്. ഈ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയ്ക്ക് അത് ആവശ്യമാണ്. ഇറാനുമായുള്ള ബന്ധം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുമായി വരാനിരിക്കുന്ന കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും മേഖലയുടെയും ലോകത്തിൻ്റെയും സുരക്ഷയ്ക്കും ഗുണകരമാണ്. സൗദിയും ഇസ്രായേലും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കുന്നതിൽ ബൈഡൻ ഭരണകൂടം വിജയിച്ചാൽ ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കരാറായിരിക്കും ഇത്. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായുള്ള സൗദിയുടെ ബന്ധം വ്യത്യസ്തമാണ്. നിരവധി പൊതുവായ വിഷയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഹമ്മദ് ബിൻ സൽമാൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.